അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസല്ലാഹു അൻ യജ്അല ബൈനകും വബൈനൽ ലദീന ആദൈതും മിൻഹും മവദ്ദ വല്ലാഹു ഖദീറുൻ വല്ലാഹു ഗഫൂറുർ റഹീം. സദഖല്ലാഹുൽ അലിയുൽ അലീം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറത്തുൽ മുംതഹിന, അതിലെ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് 7-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അസല്ലാഹു അയ്യജഅല, അള്ളാഹു ആക്കിയേക്കാം, അള്ളാഹു ഉണ്ടാക്കിയേക്കാം. അസ എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ബൈനക്കും നിങ്ങൾക്കിടയിൽ, വബൈനല്ലദീന ആദൈത്തും നിങ്ങൾ ശത്രുത പുലർത്തുന്നവർക്കിടയിലും, മിൻഹും അവരിൽ നിന്നും, മവദ്ദത്തൻ സ്നേഹം, വല്ലാഹു ഖദീർ അള്ളാഹു കഴിവുറ്റവനാണ്, വല്ലാഹു അള്ളാഹു ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീം ദയാപരനുമാണ്. കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന വർത്തമാനമാണ് അള്ളാഹു വിശ്വാസികളോട് പറയുന്നത്. ബന്ധുക്കളാണെങ്കിൽ പോലും ആദർശം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണെങ്കിൽ അവരോട് ബന്ധം പുലർത്തേണ്ടതില്ല എന്ന ആയത്തുകളൊക്കെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. തങ്ങളുടെ ഉറ്റവരും ഉടയവരും മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവർ ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇത് അനുസരിക്കുകയാണ്. ഇത് അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം വിശ്വാസികൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ സവിശേഷമായിട്ടുള്ള ഒരു ആയത്തായിട്ട് തന്നെ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളിൽ നിരാശരാവാതിരിക്കാൻ അള്ളാഹു പറയുകയാണ്: നിങ്ങൾക്കും നിങ്ങൾക്കിടയിൽ ശത്രുത പുലർത്തുന്നവർക്കുമിടയിൽ അള്ളാഹു സ്നേഹം സൃഷ്ടിച്ചേക്കാം. എന്നാൽ അത് അവർക്ക് രഹസ്യം ചോർത്തിക്കൊടുത്ത് കൃത്രിമമായി ഉണ്ടാക്കേണ്ടതല്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അവരോടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹമുണ്ടാക്കിയേക്കാം, നിങ്ങൾ ശത്രുത പുലർത്തുന്നവർക്കിടയിൽ സ്നേഹമുണ്ടാക്കിയേക്കാം എന്നുള്ളത്. ഇത് കേവലമായിട്ടുള്ളൊരു വാഗ്ദാനമല്ല. അത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ ആയത്തിറങ്ങി വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ മക്ക വിജയം സംഭവിക്കുന്നുണ്ട്. അതോടെ അവർക്കെല്ലാം വലിയ സന്തോഷമാവുകയാണ്. പ്രവാചകൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നതോടുകൂടി കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇത് മുസ്ലിങ്ങൾ നേരിൽ കാണുകയും അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അത് അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ പുലരുമോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ടതില്ല. അള്ളാഹു ഇതിനെല്ലാം കഴിവുള്ളവനാണ് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇത് കേവലം ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും നമ്മുടെ രാജ്യത്തടക്കം നമ്മളുമായി ശത്രുതയുള്ള ആളുകൾ എന്നും ആ ശത്രുതയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഇസ്ലാമുമായി ശത്രുത പുലർത്തുന്നവരോട് നിങ്ങൾ ബന്ധം പുലർത്തേണ്ടതില്ല എന്ന ആദർശ ശുദ്ധി നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ
അള്ളാഹു അവർക്കും നമുക്കിടയിൽ സ്നേഹബന്ധമുണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അതിനെ വളരെ സ്നേഹത്തോടു കൂടി അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.